ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഈ നോമ്പിൻ്റെ ദിവസം നിങ്ങൾക്കൊപ്പം കുറച്ച് സമയം കർത്താവ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ വെറുതെ പറയാനുള്ള കുറച്ച് വാക്കുകളല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു മാതൃകയായിട്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മുടെ സ്വന്തം പിതാവായി നാം കാണുകയാണ്. നാം ആ വാക്ക് പറയുമ്പോൾ ദൈവത്തോട് നാം പറയുകയാണ്: ദൈവമേ, നീ എൻ്റെ പിതാവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവനാമം വിശദീകരിക്കപ്പെടും എന്നല്ല. അതിനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. പാറമേക്കാട്ട് വീട്ടിൽ അങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോമസിൻ്റെ ഒരു മകനുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ നമുക്ക് ചാണ്ടി എന്ന് വിളിക്കാം. ചാണ്ടി എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്ത് ജീവിച്ചാൽ നാട്ടുകാരെന്ത് പറയും? പാറമേക്കാട്ടെ തോമസിൻ്റെ മകൻ ചാണ്ടി തെറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നേ പറയൂ. അതുപോലെ നാം ദൈവത്തെ സ്വന്തം പിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും തെറ്റ് ചെയ്യാത്ത ഒരു ജീവിതം നയിക്കണം. തെറ്റ് ചെയ്താൽ നമ്മുടെ പേര് മാത്രമല്ല, നാം പിതാവായി അംഗീകരിച്ച ദൈവത്തിൻ്റെ നാമം കൂടെ അപമാനപ്പെടുത്തുന്നു. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വാക്യം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിന്റെ രാജ്യം വരണമേ എന്നതുകൊണ്ട് അമേരിക്ക അല്ലെങ്കിൽ ചൈന എന്ന രാജ്യം ഇവിടെ വരിക എന്നതല്ല. നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് വന്നാൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് റൈറ്റ് സൈഡിലേക്കും മറ്റൊന്ന് ലെഫ്റ്റ് സൈഡിലേക്കും. നമുക്ക് നന്നായിട്ടറിയാം നാം ഏത് വഴിയിലൂടെ പോയാൽ എവിടെ എത്തിച്ചേരുമെന്ന്. അതുപോലെ നമ്മുടെ മുൻപിൽ നന്മയുടെയും തിന്മയുടെയും 2 പാതകളുണ്ട്. നമുക്കറിയാം നന്മയുടെ പാതയിലൂടെ ജീവിച്ചാൽ സ്വർഗരാജ്യം ഈ ഭൂമിയിലാണെന്ന്. ഈ ഭൂമിയിൽ എന്തായിത്തീരണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ എന്നാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കൂ? അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. അതേപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ വരിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതുപോലെ ഇവിടെ നടക്കണമെന്നാണ്. സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? പ്രാർത്ഥന, ആരാധന, തെറ്റില്ലാത്ത ജീവിതം എന്നിവയാണ്. സ്വർഗത്തിലെ പോലെ നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കാം. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ദൈവത്തെ പിതാവായി ആരാധിച്ച് ദൈവനാമം വിശദീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഇന്ന് നമുക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ ഞാൻ കാണുന്നത് ഭൗതികമായ ഒരു ആവശ്യമല്ല, ആത്മീയമായ ഒരു അർത്ഥമാണ്. ആഹാരത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഇവിടെയും ആത്മീയമായ ആഹാരത്തെക്കുറിച്ചായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. നമ്മളിൽ എത്ര പേരാണ് ആ ആഹാരത്തിനായി കാത്തിരിക്കുന്നത്? ദൈവമേ, ഒരു ദിവസം ജീവിക്കാനുള്ള ഒരു വചനം തരണമേ എന്ന് ആഗ്രഹിച്ച് ബൈബിൾ വായിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ബൈബിളിലെ ഓരോ വാക്യത്തിലും ഓരോ ദൂതാണുള്ളത് എന്ന് മനസ്സിലാക്കി അന്നന്നത്തെ ആഹാരത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ജീവിക്കാനുള്ള ആഹാരം ഈ വചനത്തിൽ നിന്ന് കിട്ടുന്നു. നാളത്തെ വചനത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇവിടെ കർത്താവ് പ്രാധാന്യമേറിയ 3 സ്റ്റേറ്റ്മെൻ്റാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് പാസ്റ്റ് ടെൻസ് അല്ലേ? അടുത്ത വാക്യം നോക്കിയാൽ, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ അടുത്ത വാക്യം, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. നാളെ സംഭവിക്കാവുന്ന ഒരു കാര്യമായിക്കൂടെ? അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗം 3 ടെൻസ് ചേർന്നിരിക്കുകയാണ്. 1 ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. കഴിഞ്ഞു പോയതും ഇപ്പോൾ നടക്കുന്നതും നാളെ ചെയ്യേണ്ടതും. ഇതിനകത്തു നിന്ന് എനിക്ക് നിങ്ങളോട് ഒരു മർമ്മം പറയാനുള്ളത് മറ്റൊന്നുമല്ല. കഴിഞ്ഞു പോയ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്ത തെറ്റിനെയും ദൈവത്തിനെ ക്ഷമിക്കാൻ സാധിക്കൂ. എൻ്റെ ചോദ്യം ഇതാണ്: നാളെ വരുന്ന പരീക്ഷയിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതും ദൈവത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്.
നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് മുഖത്ത് നോക്കി സാരമില്ല, ആ തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് അത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഈ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നുവെങ്കിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നാം ചെയ്യാവുന്ന അതിപ്രധാനമായ ഒരു ഘടകമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാവിയിലേക്ക് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ക്ഷമിച്ചാൽ നാളെ വരുന്ന പ്രതിസന്ധികളിൽ വീണു പോകാതെ നമ്മെ ദൈവം നടത്തും. കഴിഞ്ഞുപോയ പാപത്തെയും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷേ ഇന്ന് എന്നോട് തെറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ക്ഷമ കൊടുത്താൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത എൻ്റെ തെറ്റുകൾ ദൈവം എന്നോട് ക്ഷമിക്കും. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു. ഇതിലൂടെ നാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഏറെ സന്തോഷത്തോടുകൂടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.